കഥ പറച്ചിൽ ടാസ്ക്. ആ ടാസ്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നേ. ഒരുപാട് സമയമെടുത്ത്. ആകെ ഞാൻ 2, 3, 4 പേരുടെയൊക്കെ കേട്ടു. ആര്യന്റെ കേട്ടു, നമ്മുടെ നെവിന്റെ കേട്ടു, അനീഷിന്റെ കേട്ടു, പിന്നെ അക്ബറിന്റെ കുറച്ചെങ്ങാണ്ട് കേട്ടു. അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ കേട്ടു. എല്ലാവരുടെയൊന്നും എല്ലാ ഫുൾ കഥയൊന്നും കേട്ടില്ല. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. സോ റിസൾട്ട് കണ്ടു. റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ആര്യൻ, നെവിൻ എന്നിവരെയാണ് നമ്മുടെ സാബുണ്ണൻ ചൂസ് ചെയ്തത്. ഇവരുടെ രണ്ടുപേരുടെയും കഥ നല്ലതായിരുന്നു. ആര്യൻ്റെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. എല്ലാവരും അവരെ കൊണ്ട് പറയുന്ന പോലെയൊക്കെ പറഞ്ഞു. അതിനകത്ത് ഞാൻ ആരെയും എടുത്ത് കുറ്റമൊന്നും പറയുന്നില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ആര്യൻ പറഞ്ഞത് കൊള്ളായിരുന്നു, ഫണ്ണായിരുന്നു. നെവിൻ പറഞ്ഞതും അത്യാവശ്യം ഫണ്ണൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. എല്ലാവരുടെയും കഥ അവരുടേതായ ഒരു കോൺസെപ്റ്റിൽ, ഇമാജിനേഷനിൽ അവർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ വിജയിച്ച രണ്ടുപേരും 100% ഡിസർവിങ് ആണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാനിത് കണ്ടില്ല. പക്ഷെ സാബുണ്ണൻ തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ട് തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആര്യനും നെവിനുമാണ് ഈ ഒരു ടാസ്കിൽ വിജയിച്ചത്, കഥ പറച്ചിൽ ടാസ്ക്. എന്തിനാണ് ഇത്രയും വലിയൊരു ടാസ്ക് വെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും വേണ്ടായിരുന്നു. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.